നമ്മുടെ കേരളത്തിൽ ജാത്യത ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അവസാനമായിട്ട് കണ്ണൂരിൽ മരണപ്പെട്ടു പോയിട്ടുള്ള നിതിൻ രാജ് എന്ന് പറഞ്ഞ 23 വയസ്സുള്ള ദന്തൽ കോളേജ് വിദ്യാർത്ഥി. മൃഗതുല്യനായിട്ടുള്ള റാം എന്ന് പറയുന്ന ഒരു പരമ ചെറ്റ കാരണമാണ് ആ 23 വയസ്സുകാരന്റെ സ്വപ്നവും ആ കുടുംബത്തിന്റെ പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ടു പോയതല്ലേ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജാതിപരമായി അധിക്ഷേപിക്കുക, കളറിന്റെ പേരിൽ അധിക്ഷേപിക്കുക, ഈ പരനാറികളെ ഒന്നുണ്ടല്ലോ നിയമത്തിന് വിട്ടുകൊടുക്കരുത്, പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കണം, പൊതുമധ്യത്തിൽ വിചാരണ നടത്തണം. ഇവനെ പോലുള്ള പരമ ചെറ്റകള്. ഏറ്റവും ഞെട്ടിക്കുന്ന നിതിൻ രാജിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ടെന്ന് കേട്ടുപോകാം. ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആളാണ് കുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീവിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒന്നറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളിലും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു. ക്ലാസ്സിൽ 199 പേരും തന്നെ അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാണ് പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീതം നമ്മളെല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കും. അപ്പോൾ അജീഷമ പറഞ്ഞു ഇതിൻ കൂളെന്ന് പറഞ്ഞു. ഈ റാമെന്ന് പറയുന്ന തന്തക്ക് പറക്കാത്ത ഈ കഴിവറാമനുണ്ടല്ലോ, ഇവൻ ഇഡിയറ്റ്സ് എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവന്റെ മൂക്കാമണ്ട ഇടിച്ച് പൊളിക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. കാരണം ഇനി ഒരിക്കലും ഒരു കുട്ടിയുടെ നേരെയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ശക്തമായ നിയമ നടപടികൾ. എന്തുകൊണ്ടാണ് ഈ 2 നരാധവന്മാരായിട്ടുള്ള ഇവരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ കളിയുണ്ട്. ഉന്നത കൊലയും തൂക്കിയിട്ട് നടക്കുന്ന ഈ നായ്ക്കളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ കേരളം നശിച്ച് നാരായണക്കല്ലിടും.